ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. 2047 രാജ്യം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൂഗ്ലിയിലെ ആരാംബാഗിൽ 7200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വികസന പദ്ധതികൾ പശ്ചിമബംഗാളിന്റെയും ഒപ്പം ഇന്ത്യയുടെയും സമൃദ്ധിയിലേക്കുള്ള വഴി തെളിയിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആരാംബാഗിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്തെ നിയമനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ വലിയ അഴിമതിയാണ് നടത്തിയതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. പൊതുയോഗത്തിന് ശേഷം ശ്രീ മോദി കൊൽക്കത്തയിലേക്ക് തിരിച്ചു. നാളെ നാദിയ ജില്ലയിലെ കൃഷ്ണനഗറിൽ 15,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഉച്ചയ്ക്ക് ശേഷം ബീഹാറിലെ ഔറംഗാബാദിലെത്തുന്ന ശ്രീ മോദി 21,400 കോടിയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. രാജ്യത്ത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലഭിച്ചത് 1,68,337 കോടി രൂപയുടെ ചരക്ക് സേവന നികുതി വരുമാനം. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 12.5% വർധനവാണിത്. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള GSTയിൽ 13.9%, ചരക്കുകളുടെ ഇറക്കുമതിയിൽ നിന്നുള്ള GSTയിൽ 8.5% വർദ്ധിച്ചതാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായുള്ള കർഷക സംവാദം നാളെ ആലപ്പുഴയിൽ നടക്കും. നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് സംവദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർ, കാർഷിക സംരംഭകർ, സ്ഥാപനങ്ങൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽമേള നാളെ നടക്കും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വുമണിൽ മേള ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ശാന്തൻപാറയ്ക്കടുത്ത് പൂപ്പാറയിൽ വൻ തീപിടുത്തം. പൂപ്പാറ വില്ലേജ് ഓഫീസിന് സമീപത്ത് ജൽജീവൻ മിഷന്റെ ഭാഗമായി എത്തിച്ചിരുന്ന പൈപ്പുകൾക്കാണ് തീപിടിച്ചത്. തീ പടരാനുള്ള കാരണം വ്യക്തമല്ല. സമീപത്തേക്ക് തീ പടരാതിരിക്കാൻ പ്രദേശവാസികൾ മുൻകരുതലെടുത്തിട്ടുണ്ട്. മൂന്നാർ നെടുങ്കണ്ടം യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തെലങ്കാനയിലെ സഹീറാബാദിൽ നിന്നുള്ള ഭാരത് രാഷ്ട്രസമിതി പാർട്ടി MP BB പാട്ടീൽ BJPയിൽ ചേർന്നു. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, പാർട്ടി ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് BB പാട്ടീൽ BJP അംഗത്വം സ്വീകരിച്ചത്. നാളികേര വികസന ബോർഡിന്റെ എക്സ്പോർട്ട് എക്സലൻസ് ദേശീയ അവാർഡുകൾ വിതരണം ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരമേഖലയിൽ സാങ്കേതിക വിദ്യയും വിപണനശേഷിയും മെച്ചപ്പെടുത്തുന്നതോടൊപ്പം നൂതനമായ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനായി യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. 2023 ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ 1434.03 മെട്രിക് ടൺ ചരക്ക് നീക്കം നടത്തിയതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. ഈ കാലയളവിൽ ചരക്ക് നീക്കത്തിലൂടെ 1,55,557 കോടി രൂപയാണ് റെയിൽവേ നേടിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6,468 കോടി രൂപയുടെ വരുമാന വർധനയാണ് രേഖപ്പെടുത്തിയത്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം അബുദാബിയിൽ പുരോഗമിക്കുന്നു. കൈവശം വെക്കാവുന്ന പൊതു ഓഹരി സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടിനെ ന്യൂസിലൻഡ് സമ്മേളനത്തിൽ പിന്തുണച്ചു. ഇന്ത്യയും മറ്റ് വികസ്വര രാജ്യങ്ങളും വിഷയത്തിൽ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോഡ് മാക്ലെ എടുത്തു പറഞ്ഞു. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സിദ്ധാർത്ഥിന് നേരെയുണ്ടായ റാഗിംഗിൽ ഉൾപ്പെട്ട 6 വിദ്യാർത്ഥികളെ കൂടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥിന്റെ വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. മന്ത്രി വി ശിവൻകുട്ടിയും സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന മുഖ്യമന്ത്രിയുടെ സന്ദേശം മന്ത്രി സിദ്ധാർത്ഥിന്റെ പിതാവിനെ അറിയിച്ചു. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ PSC മാതൃകയിലുള്ള സംവരണം നടപ്പാക്കാൻ നിർദ്ദേശം. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളുടെ യോഗത്തിലാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.